നമുക്കൊപ്പം ഇന്ന് ശ്രീ പന്തളം രാജേന്ദ്രൻ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. സാർ, നമുക്കിപ്പോൾ ഇവിടെ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയായി നിൽക്കുന്ന ഒരു വിഷയത്തിൽ തന്നെ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. അതായത് ADM നവീൻ ബാബു, കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് CPM എന്ന പാർട്ടി കാണിച്ച അല്ലെങ്കിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് എനിക്ക് സാറിനോട് സംസാരിക്കാനുള്ളത്. സാർ, ഇപ്പോൾ കേസ് CBI അന്വേഷണം വരെ വേണം എന്ന് അദ്ദേഹത്തിന്റെ കുടുംബം കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. സാർ, നാളിതുവരെയുള്ള വിഷയങ്ങളൊന്നും പരിശോധിച്ചിട്ട് എന്താണ് സർക്കാർ കാട്ടിക്കൂട്ടുന്നത്, ഭരണത്തിലിരിക്കുന്ന പാർട്ടി കാട്ടിക്കൂട്ടുന്നത് ഒന്ന് പറയാം. ഒരു സംശയമില്ല, സർക്കാർ കാണിച്ചു കൂട്ടുന്നത് കപട നാടകം. ഒരൊറ്റ വാക്കിലെ വിശേഷിപ്പിക്കാൻ പറ്റൂ. കപട നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ് CPI ഇക്കാര്യത്തിൽ. അവരുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ കൊണ്ട് കുടുംബത്തോടൊപ്പം എന്ന് പറയും, കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും കുടുംബത്തോടൊപ്പം എന്ന് പറയും. കുടുംബത്തോടൊപ്പം എന്നേ പറയുന്നുള്ളൂ. ഏത് കുടുംബത്തോടൊപ്പം? കണ്ണൂർ ജില്ലാ കമ്മിറ്റി യാതൊരു ശങ്കയ്ക്കും അടിസ്ഥാനമില്ലാത്ത വിധം നിൽക്കുന്നത് PP ദിവ്യയുടെ കുടുംബത്തോടൊപ്പം 100%. ഒരു സംശയവും. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടേത് എന്താണെന്ന് അറിയാൻ വയ്യ, ഹിപ്പോക്രസി ആണോ എന്നറിയാൻ വയ്യ. കാരണം CBI അന്വേഷണം നടത്തുന്നതിനെ കുറിച്ച് ഒരു നിലപാട് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. CITU നേതാവ് നേരത്തെ തന്നെ പറഞ്ഞതാണ്. അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, നവീൻ ബാബുവിൻ്റെ പേരിൽ എന്തെങ്കിലും കൈക്കൂലി ആരോപണത്തിന് തെളിവുണ്ടെങ്കിൽ അപ്പോൾ താൻ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിവെച്ചിട്ട് പോകാമെന്ന് തൻ്റെ ഇടമായിട്ട് പറഞ്ഞു. പക്ഷെ പാർട്ടിയുടെ ശബ്ദമല്ല, അത് ഒരൊറ്റപ്പെട്ട ശബ്ദം. CITയുടെ സംസ്ഥാന നേതൃത്വം അതിനെ അനുകൂലിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഏളമരം കരിയുമോ അങ്ങനെ ആരെങ്കിലും ഇതുവരെ പറഞ്ഞിട്ട്? ആ പാർട്ടിയുടെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ട്രേഡ് യൂണിയൻ വിങ് ആണ്, ശക്തമായിട്ടൊരു വിങ്ങാണ്. പക്ഷെ അതിന്റെ സംസ്ഥാന ഭാരവാഹിയൊന്നും അല്ല അദ്ദേഹം. ഇങ്ങനെ അനുകൂലികൾ ധാരാളമുണ്ട് സംസ്ഥാനത്ത് പല മേഖലകളിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം. ഇദ്ദേഹത്തിന്റെ മനസ്സുരുകിയത് കൊണ്ട്, നെഞ്ചുരുകിയത് കൊണ്ട്, ഹൃദയം പിളർന്നതുകൊണ്ട് ഒരു പക്ഷേ പറഞ്ഞു പോയതാവണം വൈകാരികമായിട്ട്. പാർട്ടി നിലപാടല്ല. അപ്പൊ ഈ കപട നാടകം ഇപ്പൊ പുറത്തു വന്നത് മഞ്ജുഷ കോടതിയിൽ ചെന്നിട്ട് ഈ ഹർജി കൊടുത്തതാണ്. അതായത് തെളിവുകൾ, 2 ഹർജികൾ. ഒന്ന് കണ്ണൂർ ജില്ലാ കോടതിയിൽ, അതായത് തെളിവുകൾ നശിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. തലശ്ശേരി കോടതി. അതെ, എനിക്ക് കണ്ണൂർ ജില്ലാ കോടതി തലശ്ശേരിയിലാണ് പ്രവർത്തിക്കുന്നത്. എനിക്ക് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, ശരി. രണ്ടാമത്തത് ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത് നിരങ്കുശമായിട്ട് ഇക്കാര്യത്തിൽ CBI അന്വേഷണം തന്നെ വേണമെന്നും അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന കാര്യം ഇതൊരു ആത്മഹത്യയല്ല എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ്. ഇതൊരു കൊലപാതകമാണ് എന്നുള്ളത് തന്നെയാണ് അവര് അച്ചസ്ഫടിക സംഘാശയമായിട്ട്, അതായത് തെളിഞ്ഞ വെള്ളം പോലെ പറഞ്ഞിട്ടുള്ളത്. ധാരാളമായിട്ടുള്ള തെളിവുകളുണ്ട്. കേരളത്തിലെ ജാഗ്രതയുള്ള മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ആലോചിക്കേണ്ട പല കാര്യങ്ങളിലുണ്ട്. അത് വളരെ സുപ്രധാനവും ജനങ്ങളുടെ ജാഗ്രതയും അതുപോലെ നിരന്തരമായിട്ടുള്ള ഇടപെടലും ആവശ്യപ്പെടുന്നു. ഈ ഒരു ഭരണത്തിരിക്കുന്ന പാർട്ടി കാണിക്കുന്നത് ശരിക്കും വളരെ മോശമല്ലേ ഈ കാണിക്കുന്നത്? ഭരണം രാഷ്ട്രീയം എന്നതിനേക്കാൾ ഉപരി CPMന്റെ ആൾക്കാർ മാത്രമല്ലോ ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നത്. എല്ലാ ജനങ്ങളുമുണ്ട്. എല്ലാ ജനങ്ങളുടെയും ഒരു സർക്കാരാണിത്. അപ്പോൾ ഈ കാണിക്കുന്നത് ഇതൊന്നല്ല സാർ. നമ്മള് വയനാട് കോളേജിലെ വെറ്റിനറി കോളേജ് സിദ്ധാർത്ഥൻ എന്ന ചെറുപ്പക്കാരന്റെ മരണത്തില് ആ വാർഡൻ ഒരു CPM കാരനായതുകൊണ്ടും ആ കൃത്യം ചെയ്ത കുറെ SFI പിള്ളേരായതുകൊണ്ടും ഈ പാർട്ടി അന്നെടുത്ത സ്റ്റാൻഡ് നമുക്ക് മുൻകൂട്ടി പറയാനുണ്ടെങ്കിൽ TPയുടെ പദം. അതുപോലെ തന്നെയാണല്ലോ ഇപ്പോൾ അതിന്റെ പരമ്പരയ്ക്ക് നീളം കൂടി വരികയാണ്. അതുപോലെ തന്നെയാണ് നഴ്സിംഗിന് പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിനി, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിനി ടെറസിൽ നിന്ന് താഴെ ചാടി ആത്മഹത്യ ചെയ്തത്. അതും ആത്മഹത്യയല്ല, അത് പ്രേരണാ കുറ്റമുണ്ട്. സഹപാഠികൾ തന്നെ അവളെ ആ മരണത്തിലേക്ക് നയിച്ചു. തന്നെയാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ ആ ദുരന്തവും. ആത്മഹത്യ എന്ന് പറയാൻ പറ്റില്ല. പാർട്ടിയുടെ ഒരു ഭയങ്കരമായ ഇടപെടൽ ഉണ്ടെന്ന് സാറിന് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ CBI അന്വേഷണം എന്ന് പറഞ്ഞപ്പോൾ വിരളി പിടിച്ചു പോയത്. കള്ളം പുറത്തു വരുമെന്നുള്ള ഭയം കൊണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ പേടി? പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന്, സംസ്ഥാന പ്രസിഡന്റായിട്ട്, സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ എന്തിനാണ് ഭയക്കുന്നത്? ആരെങ്കിലും സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ആരെങ്കിലും പറയിച്ചതാണെങ്കിൽ ആയിക്കൂടെ സാർ? പാർട്ടിയുടെ നിലപാടാണ്. ഇപ്പൊ പുറത്തു വന്ന പാർട്ടിയുടെ നിലപാടാണ്. MV ഗോവിന്ദൻ ആരെ ഭയക്കുന്നുണ്ടോ? അതായത് ശരിയായിട്ടൊരു അന്വേഷണത്തിന് അവർക്ക് താല്പര്യമില്ല. പിണറായി വിജയന്റെ കുഴലൂത്തുകാരായിട്ടുള്ള ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് ആയിട്ടുള്ള കാവൽ നായ്ക്കളായിട്ടുള്ള ഏതെങ്കിലും പോലീസുകാരെ കൊണ്ട് ഒരു വഴിപാട് പോലെ ഒരു അന്വേഷണം നടത്തി
ഒരു കപടാന്വേഷണം നടത്തി ആ നാടകത്തിൽ തങ്ങളുടെ കൈകൾ ശുദ്ധമാണ്, ഈ കൈകൾ ശുദ്ധമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വളരെ അല്ല സാർ, വ്യാജവും. ഇതില് നമുക്ക് ഒരു കാര്യം കൂട്ടി വായിക്കാനുള്ളത്, കുടുംബം ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പോകുന്നു എന്ന് പറയുന്നു. ഹൈക്കോടതി പോകുന്നു എന്ന് പറയുമ്പോൾ ഈ പി ദിവ്യയെ മാത്രം പ്രതിയാക്കിയാണ് ഇപ്പോഴും വെച്ചിരിക്കുന്നത്. ഉം. ഒരു കേസിന്റെ പ്രാഥമികമായി ചെയ്യേണ്ട ഒരു തെളിവെടുപ്പോ ഇതുവരെയും ഒരു കുറ്റപത്രം പോലും പോലീസ് തയ്യാറാക്കിയിട്ടില്ല. ഉം. സാർ, ഈ പോസ്റ്റ്മോർട്ടത്തിൽ പോലും കളക്ടർ ഇടപെട്ടാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. കളക്ടർ ആര്? അദ്ദേഹത്തിന്റെ ബന്ധുവോ? അപ്പൊ കളക്ടറെ അവർ സംരക്ഷിക്കുന്നു, പ്രശാന്തനെ അവർ സംരക്ഷിക്കുന്നു, തെളിവുകളില്ല. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ വേറൊന്നും കൂടെ നമുക്ക് ഇതിലും കൂടെ ഒന്ന് പറയാം, എന്നിട്ട് സാറിന് സംസാരിക്കാം. അതായത് സാർ, ഈ സ്റ്റേറ്റ് കമ്മിറ്റി നടക്കുമ്പോൾ, ഈ പി ദിവ്യയെ പുറത്താക്കാനുള്ള സ്റ്റേറ്റ് കമ്മിറ്റി നടക്കുമ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി ഐക്യകണ്ഠ്യേനയാണ് അവർ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് മാറ്റുന്നത്. ഈ കണ്ണൂർ ജില്ലാ ഘടകത്തിൽ ഉള്ളവരും പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ള 5ഓളം നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നൊരു വാർത്തയും വരുന്നുണ്ട്. പറയൂ സാർ. ഞാൻ പറയാം. അതായത് ആത്മഹത്യ അതോ മരണമോ എന്നുള്ളതാണല്ലോ. അതെ, ഇത് ആത്മഹത്യ അല്ല എന്നുള്ളതിന് ധാരാളം തെളിവുകൾ നമ്മൾ തന്നെ നേരത്തെ നമ്മൾ ചർച്ച തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ചെയ്തു. അതെ, ഒന്നാമത്തെ കാര്യം വീണ്ടും ആവർത്തിക്കാം, വീണ്ടും പറയാം, ആവർത്തിക്കാം. ഒന്നാമത്തെ കാര്യം, നവീൻ ബാബുവും ഈ മഞ്ജുഷയും അതുപോലെ 2 പെൺകുട്ടികളും തമ്മിൽ വളരെ അടുത്ത കുടുംബ ബന്ധം, ഹൃദയബന്ധമാണ് ഉണ്ടായിരുന്നത്. ഒരു പോറൽ പോലും ഉണ്ടാവാത്ത ആ ഊഷ്മളമായിട്ടുള്ള സ്നേഹബന്ധത്തിന്റെ ഉടമയായിരുന്നു ഒരു നല്ല കുടുംബമായിരുന്നു ഈ കുടുംബം. അതെ. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ പോകാതെ, അദ്ദേഹം ആശ്വാസവാക്കുകൾ തേടാതെ രായ്ക്ക് രാമാനം ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. 2, ഇനി അഥവാ അവിചാരിതമായ കാരണങ്ങളാൽ ഇതൊരു ആത്മഹത്യയാണ് എങ്കിൽ തൻ്റെ പ്രിയ പ്രേയസിക്ക് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക്, പ്രിയപ്പെട്ട 2 പെൺമക്കൾക്ക്, തനിക്ക് കൊള്ളി വെച്ച 2 പെൺമക്കൾക്ക്, കൊള്ളി വെക്കേണ്ട 2 പെൺമക്കൾക്ക് എന്ന് പറയുന്നതാവും ശരി, അതെ, അതെ. ആ പെൺമക്കൾക്ക് വേണ്ടി ഒരു കുറിപ്പെങ്കിലും എഴുതി വയ്ക്കാമായിരുന്നു. ഒരു പേനയോ പേപ്പറോ ഈ കാലത്ത് ആവശ്യമില്ലല്ലോ, ഡിജിറ്റൽ സന്ദേശമായി കൊടുക്കാമായിരുന്നു. അതുണ്ടായിട്ടില്ല. അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലേക്കെന്ന് പറയുന്നു പോകുന്നു. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസിൻ്റെ കയ്യിലുണ്ട്. പോയതിന് ശേഷം തിരിച്ചു വന്നു. തിരിച്ചു വന്നതും പോയതുമെല്ലാം അകമ്പടി സേവിച്ചതാര്? കണ്ണൂർ ജില്ലാ കളക്ട്രേറ്റിൻ്റെ ADM ആയിരുന്ന ഒരു വ്യക്തിക്ക് അനുഗമിക്കാൻ പിരിയുന്ന ദിവസം അവിടുന്ന് യാത്ര തിരിക്കുമ്പോൾ, യാത്രയായപ്പോൾ യോഗത്തിന് ശേഷം കൊണ്ടുവിടാൻ അവരുടെ ഡ്രൈവർ മാത്രം. എന്തൊരു അസ്വാഭാവികതയാണിതിൽ. ഒരു പ്യൂൺ പോലും പോട്ടെ, ഒരു തൂപ്പുകാരൻ പോലും റിട്ടയർ ചെയ്യുമ്പോൾ എത്രയോ പേരാണ് യാത്രയപ്പിനെത്തുക. അത്ര നിന്ദ്യനും പീഡിതനുമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഇത്, അല്ലെങ്കിൽ അത്ര അപ്രിയനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഇത് ആണെന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. അപ്പം അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി. ഒറ്റപ്പെടുത്തിയതാരെ? ഈ പ്രശാന്തിന് ഇദ്ദേഹത്തിനെ കുറിച്ച് പരാതിയില്ലെന്ന് പിൽക്കാലം പറഞ്ഞു. പ്രശാന്തിന് 2 ഒപ്പുണ്ടെന്ന് സാർ. 2 ഒപ്പുണ്ടെന്ന് പറഞ്ഞ ഫ്രോഡാണ് അദ്ദേഹം. അതുപോട്ടെ, അദ്ദേഹം തന്നെ ഇദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു, സത്യസന്ധനായിരുന്നു എന്ന് പിൽക്കാലം പറഞ്ഞു. അപ്പൊ പ്രശാന്തിന്റെ പേരിൽ ഈ ആരോപണം PP ദിവ്യയെ കൊണ്ട് പറയിച്ചതാര്? PP ദിവ്യയ്ക്ക് അവിടുത്തെ ഒരു ലാൻഡ് മാഫിയയുമായിട്ടുള്ള ശക്തമായ ബന്ധം, അതൊരു സത്യമാണെന്ന് പുറത്തു വന്നിട്ടുണ്ട്. CPM കേഡറുകൾ അല്ലെങ്കിൽ ബന്ധുക്കൾ, അവരുടെ ബന്ധുക്കൾ അടങ്ങുന്ന 14 അംഗ സംഘം അവരുടെ അനധികൃതമായിട്ട് ഭൂമി അവിടെ വാങ്ങിച്ചിട്ടുണ്ട്. സാർ, ഖനനത്തിന്റെ ആൾക്കാരൊക്കെ ഉണ്ട്. മാഫിയ, ക്വാറി മാഫിയ, വലിയ മാഫിയ, കോറി മാഫിയ. വലിയ പണക്കാരാണ്. അവര് അവർ തന്നെയാണ്. മന്ത്രിമാരെ പോലും ഭയപ്പെടാത്ത ആൾക്കാരാണ്, അതെ, അവരാണ്. പോലീസിനെ ഭയപ്പെടാത്ത ആൾക്കാര്. അവർക്ക് അവരുടെ നിന്ന് വിലപ്പെട്ട പല രേഖകളും കണ്ടിട്ടുള്ള ഒരേ ഒരു വ്യക്തി ഈ നവീൻ അത് അദ്ദേഹത്തിന്റെ ഭാര്യയുമായി അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ രഹസ്യം കണ്ണൂർ ജില്ല എന്ന് പറഞ്ഞ അവിടെ CPM-ന് ഒരു ഉരുക്കു കോട്ടയുള്ള സ്ഥലമാണ്. അവിടെ വെച്ച് ഇത് അറിഞ്ഞാൽ ഒതുക്കാനൊക്കെ അവർക്കറിയാം. പക്ഷെ പത്തനംതിട്ടയിലേക്ക് പോയി ഇത് ജനങ്ങളുടെ മനസ്സിലേക്ക്, അതായത് സാമൂഹിക പരിസരത്തിലേക്ക്, സാമൂഹിക മാധ്യമങ്ങളിലേക്ക്, പൊതുജന മധ്യത്തിലേക്ക്, പൊതുമണ്ഡലത്തിലേക്ക് ഒറ്റ വാക്കി പറയാവുന്നിടത്തേക്ക് പോയി കഴിഞ്ഞു. അദ്ദേഹം CPM-ന്റെ കണ്ണൂരിലെ ആപ്പീസ് പൂട്ടുമെന്നുള്ള ഒരു ഘട്ടം വന്നപ്പോൾ ഇദ്ദേഹത്തെ കൊന്നതായിരിക്കാനുള്ള സർവ്വസാധ്യതകളുമാണ്. പുറത്തുവിടുമോ എന്ന് ഭയപ്പെട്ടു. അതെ, അതുകൊണ്ട് സാധ്വിയായ ഒരു സ്ത്രീ, ഒരു വിധവ, ഭർത്താവ് അകാലത്തിൽ നഷ്ടപ്പെട്ട ഒരു സ്ത്രീ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ MV ഗോവിന്ദന്റെ പരിഭാഷ, അവരോടൊപ്പം നിന്ന് അവരെ ആശ്വസ്ത ചിത്തയാക്കേണ്ടതിന് പകരം
അവരെ അപലപിക്കുകയും നിന്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാരവാഹിയുടെ മേധാവിയുടെ നിലപാടെന്ന് പറയുന്നത് ക്രൂരമാണ്, സാഡിസ്റ്റിക്കാണ്. അല്ല, ഒരു ഗോവിന്ദന്റെ സംശയം നിലപാട് മാത്രമായിരിക്കുമല്ലോ സാർ, അത് പാർട്ടിയുടെ ഗോവിന്ദനെ കൊണ്ട് ഇത് പറയിപ്പിച്ചപ്പോൾ CPMന്റെ ഒരു സംഘശക്തി, സംഘപരിവാർ എന്നും പറഞ്ഞ് അവർ കളിയാക്കുമല്ലോ, ആ സംഘശക്തി ഒരു വിധവയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുള്ള വിധവ? CPMന്റെ പാരമ്പര്യം പേറുന്ന ഒരു കുടുംബത്തിലെ ഒരു അംഗം സ്വന്തം പാർട്ടിക്കാരെ പോലും ആ മാഫിയകളെ, ക്വാറി മാഫിയകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബലിയാടാക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഈ വർത്തമാന കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഇത് കോടതിയെ മാത്രം ഏൽപ്പിച്ചിട്ടോ CBIയെ മാത്രം ഏൽപ്പിച്ചിട്ടോ കാര്യമില്ല. ജനങ്ങൾ ഉണരണം. ഈ കള്ളത്താപ്പ്, ഈ കപട നാടകം ഇവിടെ അനുവദിക്കരുത്. ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ധാരാളം കേസുകളുണ്ട്. അയ്യപ്പദാസ് ഇവിടെ മാത്രമല്ല, രോഹിത് എന്ന് പറയുന്ന ഒരു മലയാളി വിദ്യാർത്ഥി, മംഗലാപുരത്താണെന്ന് കർണാടക സംസ്ഥാനത്ത് വരും. നേരത്തെ നമ്മുടെ സാറ് TP നന്ദകുമാർ സാറ് അത് അഭിമുഖം ചെയ്തു. തീർച്ചയായിട്ടും അത് കേരളത്തിൽ നിന്നുള്ള ചില രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടായിരുന്നു ആ കൊലപാതകത്തിന്റെ പിന്നിൽ. CBI അന്വേഷണം CBI ഏറ്റെടുത്തു, പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല. 2014 കേസ് CBI ഏറ്റെടുത്ത വല്ല ഫലവും ഉണ്ടായോ? അപ്പൊ CBI മാത്രം വിചാരിച്ചാലും നടക്കാൻ പറ്റില്ല, നടക്കാൻ പോകുന്നില്ല. പിന്നെങ്ങനെ വേണം? ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ CBI അന്വേഷണം നടക്കണം. മാധ്യമങ്ങൾ ഉണരണം, ജനങ്ങൾ ജാഗ്രതാ സദസ്സുകൾ ഉണ്ടാവണം. ഇവർ ഈ നവകേരള സദസ്സൊക്കെ നടത്തിയല്ലോ, കേരളം മുഴുവൻ ഉണരണം ഇതിനെതിരെ. ബംഗാളിൽ നമ്മൾ കണ്ടതുപോലെ RG കർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിനി ക്രൂരമായിട്ട് രാവിന്റെ മറവിൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഇപ്പോഴും പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു. ആ പ്രതികരണമാണ് കേരളത്തിന്റെ മനസാക്ഷിയിൽ നിന്നുണ്ടാവേണ്ടത്. അങ്ങനെ അല്ലെങ്കിൽ CPMന്റെ മൃഗീയ ശക്തിക്ക് മുമ്പിൽ ഈ സാധ്യയുടെ ഈ വിധവയുടെ ജീവിതം തകർന്ന് താറുമാറാകും. അതുകൂടി ചവിട്ടി അരക്കപ്പെടുന്ന ഒരു കാഴ്ചയിലേക്കായിരിക്കും. സാർ, ഇതില് ഒരു വളരെ ഫാബ്രിക്കേറ്റഡ് ആയ ഒരു സ്റ്റോറിയാണ്. ഇപ്പൊ ഇന്നലെ ഹൈക്കോടതി പറഞ്ഞു കുറ്റപത്രം സമർപ്പിക്കണമെന്ന് പറഞ്ഞു. സാർ ഇത് നിരന്തരം നമ്മളെല്ലാം ഫോളോ ചെയ്യുന്നതാണ്. അപ്പോ ഇതിനകത്ത് മുഖ്യമന്ത്രിയേക്കാൾ മറ്റൊരു മുഖ്യമന്ത്രിയെയും MP ഗോവിന്ദനേക്കാളും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു വേറൊരു ബാഹ്യ ശക്തി, അതായത് സാറിന് നീണ്ട നാളത്തെ പത്രപ്രവർത്തന പാരമ്പര്യമുള്ള ഒരാളാണ്. അപ്പൊ സാറ് നോക്കണം, ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുമ്പോൾ അതിൽ പോലീസ് ഓഫീസർമാർ ഏതെല്ലാം റാങ്കിലുള്ളവരാണെന്ന് പോകണം. അതിനെല്ലാം വ്യത്യസ്തമായി കൊണ്ടാണ് കണ്ണൂര് ഈ പോലീസ് ഓഫീസർമാരെ നിയമിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി നേരിട്ടിടപെട്ടെന്ന. കണ്ണൂരിലായിരുന്നു അദ്ദേഹം, സെക്രട്ടേറിയറ്റിലായിരുന്നില്ല. കണ്ണൂരിൽ തമ്പടിച്ച് താവളമടിച്ചുകൊണ്ടാണ് ഇതിന്റെ തെളിവുകൾ നശിപ്പിച്ചത് എന്നുള്ളതിനുള്ള തെളിവുകൾ കണ്ണൂരിൽ നിന്ന്. അല്ല സാർ, ഇതിന് നമ്മൾ കേൾക്കുന്ന വേറൊരു നിറംപിടിപ്പിച്ച കഥയൊക്കെ പറയാൻ നമുക്ക് തന്നെ, എനിക്ക് സാറിനോട് പറയാൻ തന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാര്യം PP ദിവ്യ എന്ന് പറയുന്ന ഒരു ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ഈ യുവതിയല്ല 40 കഴിഞ്ഞൊരു സ്ത്രീയാണ് അവരുമായി ഈ P ശശി എന്ന സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന പദവിയിലിരിക്കുന്ന മനുഷ്യനൊക്കെ മോശമായ ബന്ധമുണ്ട്. അത് കണ്ണൂരിലെ പാർട്ടിക്കകത്ത് ഇപ്പോൾ ഒരു ചളിപ്പായിരിക്കുന്നു എന്ന് അവരുടെ ആഭ്യന്തര വിഷയങ്ങൾ. അത് അവരുടെ സ്വകാര്യ കാര്യം, അതെനിക്കറിയില്ല. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഞാനൊരു പൊതുമണ്ഡലത്തിന്റെ മുമ്പിൽ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഇവരിപ്പോ P ശശി, അതിന്റെ സ്വകാര്യതകളിലേക്ക് ഞാൻ പോകുന്നില്ല. വീണ വിജയനുമായിട്ട് നല്ല ബന്ധമായിരുന്നു ഈ PP ദിവ്യക്ക് എന്ന് പറയുന്നത് കേട്ടുണ്ട്. അപ്പൊ മുഖ്യമന്ത്രിയായിട്ട് വരെ വലിയ സ്വാധീനമുള്ള ഒരു കൈകടത്തൽ PP ദിവ്യ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിക്കകത്ത് നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഇനി എനിക്ക് ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അതായത് സാറ് പത്തനംതിട്ടയ്ക്ക് അടുത്ത് തന്നെ ഉള്ള ഒരാളാണ്. സാർ, ഈ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലൊക്കെ പത്തനംതിട്ട പോലൊരു സ്ഥലത്ത് CPMന് ഈ വിഷയം ഒരു തിരിച്ചടിയാകുമോ? സംശയം എന്താ? ഈ സമയം ഇവർക്ക് ചേലക്കരയിൽ തോറ്റു തുന്നപ്പാടിയനെ, ആ ചേലക്കരയിൽ അവരെ നിലനിർത്തിയത് PP ദിവ്യയുടെ കുടുംബത്തോടൊപ്പമാണെന്നുള്ള വ്യാജ വാക്കാണ്, വ്യാജോക്തി കൊണ്ടാണ് അവരെ പിടിച്ചു നിന്നത്. ഇത് PP ദിവ്യയെ ഇനിയും വഞ്ചിച്ചാൽ, ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ചേലക്കരയും കൂടി നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന കാര്യം സംശയമല്ല. അത് കേരളത്തിന്റെ നന്ദിഗ്രാം സംഭവം പോലെ തൃണമൂൽ എങ്ങനെ അവിടെ അധികാരത്തിൽ വന്നോ അതുപോലെ ഇവിടെ പ്രതിപക്ഷം BJPയോ കോൺഗ്രസോ ആയിക്കോട്ടെ അധികാരത്തിൽ വരാനുള്ള ഒരു വാതായനമായിരിക്കും നിങ്ങളുടെ ഈ കപട നാടകം തുറന്നു വയ്ക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സാർ, ഈ പത്തനംതിട്ട ഇത് ബാധിക്കാൻ സാധ്യതയുണ്ടോ? പത്തനംതിട്ട മാത്രമല്ല, കേരളം മുഴുവൻ വായിക്കുന്ന കാര്യമാണ്. പത്തനംതിട്ടയല്ല, ജനങ്ങളുടെ മനസാക്ഷിയാകെ പ്രതികരിച്ചിട്ടില്ല. ബംഗാളിലെ പോലെന്നേ ഉള്ളൂ. വേദനയ്ക്കാണ്. സാർ, അത് പറയുമ്പോഴേ സാർ, ഈ നവീൻ ബാബുവിന്റെ ഡിപ്പാർട്ട്മെന്റ്
റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അവരിപ്പോ ഒന്നും തന്നെ പറയുന്നില്ല. അവര് ഒന്നാമത് അവര് ആദ്യം ഇടപെട്ടത് അവർ ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഒപ്പം നിന്നിട്ട് ഇപ്പൊ ആരെയും കേൾക്കാൻ പോലും ഇല്ല. റവന്യൂ മന്ത്രിനൊന്നും മിണ്ടാനില്ല, രാജനൊന്നും മിണ്ടുന്നില്ല. ഒരു ഓഫീസർ ലാൻഡ് റവന്യൂ ഒരു കമ്മീഷണർ സ്ഥാനത്ത് നിൽക്കുന്ന ഗീത എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥയെ കൊണ്ട്, എനിക്ക് ആ പേര് ശരിയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഏതായാലും ഗീതാലക്ഷ്മി അല്ലേ, അങ്ങനെ ഒരു ഉദ്യോഗസ്ഥയെ കൊണ്ട്, അതെ, അവരെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കുന്നു. എന്നിട്ട് അതിൽ ഞെട്ടിപ്പിക്കുന്ന പല രഹസ്യം, ആ റിപ്പോർട്ടിന്റെ ഒരു വസ്തുതയും പുറത്ത് വന്നിട്ടില്ല. മുഖ്യമന്ത്രി അടുത്ത് അത് എത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. സാർ, ഇതിലാകെ ഒരു ദുരൂഹത കിടന്ന് കളിക്കുന്നുണ്ട്. നമുക്ക് ഈ ചർച്ച ഒരിക്കലും നിർത്താൻ പറ്റില്ല. അതെ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി പറയാനുണ്ട്. താങ്കൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ സത്യമായിട്ട് തന്നെ പറയണം. ഗവൺമെന്റിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ റവന്യൂ വകുപ്പിന്റെ കീഴിലാണ്. റവന്യൂ മന്ത്രി ഒപ്പം തന്നെയുണ്ട് ഇപ്പോഴും. അദ്ദേഹം കൈക്കൂലിക്കാരനല്ല എന്ന് പറഞ്ഞ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അത് കാപട്യമല്ല, അത് ആത്മാർത്ഥമാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. വല്യേട്ടന്റെ മുമ്പിൽ കൊച്ചേട്ടൻ പോലെ കുനിഞ്ഞു നിൽക്കാനേ അദ്ദേഹത്തിന് കഴിയുള്ളൂ. നിസ്സഹായനാണ് അദ്ദേഹം. ഇത് കൈകൾ കടിഞ്ഞാൺ CPM-ന്റെ കയ്യിലാണ് ഇതിൻ്റെത്. അതുകൊണ്ട് CPM ഇക്കാര്യത്തിൽ കള്ളക്കളി കളിച്ചാൽ അത് കേരളത്തിലെ ജനങ്ങൾ മാപ്പ് കൊടുക്കുകയില്ല. നിങ്ങൾ CPM-ന്റെ കേഡർ വോട്ടുകൾ കൊണ്ടൊന്നും അല്ല ജയിച്ച് ഇപ്പൊ അധികാരത്തിലിരിക്കുന്നതും എപ്പോഴും അധികാരത്തിൽ വരാറുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ജാഗ്രത നിങ്ങളും കൂടി പുലർത്തിയില്ലെങ്കിൽ, നിങ്ങളിത് തിരുത്തിയില്ലെങ്കിൽ, അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, അത് കഴിഞ്ഞ് വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലും, അത് കഴിഞ്ഞ് വീണ്ടും വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചിരിക്കും. സാർ, ഒരു ചെറിയ കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. അതായത് ഇപ്പോ ഈ നടന്ന 2 തെരഞ്ഞെടുപ്പുകൾ, പാലക്കാടും ചേലക്കരയും പിന്നെ വയനാടും, സാർ, ഈ വിഷയം പൊങ്ങി വന്നതായി, ഈ വിഷയമോ ജനങ്ങൾക്ക് ആവശ്യമുള്ള വിഷയങ്ങളോ ഇവിടുത്തെ പ്രതിപക്ഷം, ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ചർച്ച ചെയ്തോ? അവർ വെറും രാഷ്ട്രീയം വിളമ്പി, കണ്ട ജാഥയുടെ പിറകെ പോയി, സ്ഥാനാർത്ഥിക്കൊപ്പം ഓടി, മൈക്ക് കൊടുത്ത് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ. സാർ, അതുകൂടെ പറഞ്ഞ് ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. അതെ, മുഖ്യധാരാ മാധ്യമങ്ങൾ അങ്ങ് വിട്ടു. കാരണം ഫോളോ അപ്പ് ഉണ്ടായില്ല. ഇതിനെക്കുറിച്ച് ഫോളോ അപ്പ് എന്ന് പറയുന്നത് ചർച്ച ഉണ്ടായില്ല. ആദ്യ ചർച്ചകൾ ഉണ്ടായി, ഫോളോ അപ്പ് ഒട്ടും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമായില്ല അത് എന്നുള്ളത് രണ്ടാമത്തെ ധാരണ. ഇപ്പോൾ ഇത് വീണ്ടും ചർച്ചാ വിഷയമാവാൻ കാര്യം, ഇത് താനെ പൊട്ടിമുളച്ചല്ല, മഞ്ജുഷ കേസ് കൊടുത്തതിലൂടെ ഇതിലെ ഹീറോയിൻ എന്ന് പറയുന്ന താരം എന്ന് പറയുന്നത് മഞ്ജുഷ തന്നെയാണ്. മഞ്ജുഷയാണ് വീണ്ടും ഈ വിഷയം പൊതുമധ്യത്തിലേക്ക്, പൊതുമണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അവർക്ക് തന്നെയാണ് എൻ്റെ ക്രെഡിറ്റ്. ജനങ്ങൾ ജാഗരൂകത പുലർത്തണം. ഇക്കാര്യത്തിൽ ഹൈക്കോടതി മാനുഷിക പരിഗണന വെച്ചിട്ടുള്ള തീരുമാനം തന്നെ എടുക്കും. സാറ് പറഞ്ഞതുപോലെ ഹൈക്കോടതി മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് ഈ കാര്യത്തിൽ ഉചിതമായ കോടതി നിരീക്ഷണത്തോടെ ഈ കേസ് അന്വേഷണം പോകണം. ഇപ്പോൾ വെറും ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ ഈ ചർച്ച ഇതിൽ അവസാനിക്കില്ല. ഏതായാലും നമുക്ക് ഇനിയും ഈ ചർച്ച സാമൂഹിക മാധ്യമങ്ങളിൽ നിർത്തേണ്ടത് ഈ സമൂഹത്തിന്റെ ബാധ്യതയാണല്ലേ സാർ? അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ചർച്ച ഇനിയും തുടരും. ഇതിന്റെ ഫോളോ അപ്പ് ഞങ്ങൾ നടത്തുക തന്നെ ചെയ്യും.